നിശ്ചയിച്ചിരുന്നതുപോലെ നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പാർട്ട് ടൈം ബിഷപ്പ് തലശ്ശേരിയിൽ നിന്നും ഓടിയെത്തി മാർ പാമ്പ്ളാനി. അദ്ദേഹം നേരത്തെ 2 ദിവസം മുമ്പ് അദ്ദേഹം വാക്ക് കൊടുത്തിരുന്നതാണ്, പക്ഷേ അദ്ദേഹം വാക്ക് പാലിച്ചില്ല. പക്ഷേ അന്ന് പറഞ്ഞതനുസരിച്ച് ഇന്നലെ വ്യാഴാഴ്ച അദ്ദേഹം എത്തി. നമ്മുടെ 300ഓളം വൈദികർ അദ്ദേഹത്തെ മീറ്റ് ചെയ്യുവാനായിട്ട്, അദ്ദേഹമായിട്ട് ചർച്ച ചെയ്യാനായിട്ട് അരമനയിലെത്തി. അതുപോലെ തന്നെ അൽമായ മുന്നേറ്റവും അതുപോലെ തന്നെ കുറേ കൽതായ ഗുണ്ടകളും എത്തി. പ്രതീക്ഷിച്ചിരുന്ന പോലെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു കൽതായ ഗുണ്ടകൾ ഇവിടെ അലമ്പുണ്ടാക്കാനായിട്ട് വരുമെന്നും അതിനുള്ള ഒരു സിഗ്നലാണ് അദ്ദേഹം പാമ്പ്ളാനി 2 ദിവസം മുമ്പ് തൻ്റെ മീറ്റിംഗ് ക്യാൻസൽ ചെയ്തു വഴി ചെയ്തത് എന്നും എൻ്റെ അനൗൺസും ചെയ്തു. അനൗൺസ് ചെയ്തൊരു ഉദ്ദേശം ഇത് മാത്രമായിരുന്നു എന്ന് ഞാനും പറഞ്ഞു, മിക്കവാറും എല്ലാവരും ഊഹിക്കുകയും ചെയ്തു, നിങ്ങളെല്ലാവരും. അതുപോലെ തന്നെ സംഭവിച്ചു. കൽതായ ഗുണ്ടകൾ അവിടെ അലശണ്ട ഉണ്ടാക്കുവാൻ ശ്രമിച്ചു. ഇന്നലെ മിക്കവാറും സംഗതി കയ്യാങ്കളിയിലേക്ക് എത്തി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഉന്തും തള്ളും 1-2 അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടിക്കലുമൊക്കെ നടന്നു എന്നാണ് പറയുന്നത്. ഞാൻ ദൃക്സാക്ഷിയല്ല, പറയുന്നത് കേട്ടുള്ള ന്യൂസാണ്. അവിടെ വൈദികർക്ക് ഭക്ഷണം കൊണ്ടുവന്ന വണ്ടി, കാറ്ററിംഗുകാരുടെ വണ്ടി തടയുവാൻ ശ്രമിക്കുകയും അത് വിജയിക്കാതായപ്പോൾ ഭക്ഷണത്തിൽ മണ്ണുവാരി ഇടുവാനായിട്ടും ഈ അധമരായ കൽതായർ ശ്രമിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ചർച്ചയുണ്ടായോ, എന്തെങ്കിലും ധാരണയുണ്ടായോ എന്ന് വ്യക്തമല്ല. ഒന്നും ഉണ്ടായില്ല, ഒരു കോപ്പും നടന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നമ്മുടെ വൈദികരുടെ ഡിമാൻഡ് ഒന്നേ ഉള്ളൂ, നമ്മുടെ കൂരിയ ശുദ്ധമാക്കണം, കൂരിയയിൽ നിന്ന് ഈ ക്രിമിനൽ ക്യാരക്ടേഴ്സിനെ അവിടെ നിന്ന് മാറ്റണം എന്നുള്ളതാണ് നമ്മളുടെ ഏകമായിട്ടുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള ഡിമാൻഡ്. അത് 1 മാസത്തിനകം അദ്ദേഹം ചാർജ് എടുത്ത് 1 മാസത്തിനകം ചെയ്തുകൊള്ളാമെന്ന് അദ്ദേഹം വാക്ക് തന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്തുവാണ്. പക്ഷേ അദ്ദേഹം ആ എഗ്രിമെൻ്റ് അത് പൂർത്തീകരിക്കാനായിട്ട് പാമ്പ്ളാനിക്ക് കഴിഞ്ഞിട്ടില്ല. മറ്റൊരു സംഗതി, പാമ്പ്ളാനി ഇടയ്ക്ക് അവിടെ നിന്ന് സ്ഥലം വിട്ടു എന്നുള്ളതാണ്. എങ്ങോട്ട്, ചേർത്തലേക്കോ മറ്റോ. എന്താവശ്യത്തിലാണ് അദ്ദേഹം ഓടിപ്പോയത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം വിഷുവിനും സംക്രാന്തിക്കുമാണ് ഈ തലശ്ശേരിയിൽ നിന്ന് ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള അൽമായരെ മീറ്റ് ചെയ്യും, ഇവിടുത്തെ പ്രശ്നത്തിന് പരിഹാരം കാണാനായിട്ട് എന്തെങ്കിലും മാർഗം ആരായുകയും ചെയ്യാതെ അദ്ദേഹം നേരിട്ട് ചേർത്തലേക്ക് പോയി. എന്താണ് അതിൻ്റെ ഉദ്ദേശമെന്ന് എനിക്കറിയത്തില്ല. ഇനി പാമ്പ്ളാനി തിരിച്ച് അരമനയ്ക്ക് തന്നെ വരുമോ അതോ ആ വഴി പുള്ളി വിട്ടുപോകുമോ എന്ന് വളരെയധികം സംശയമുണ്ട്. അദ്ദേഹം വിട്ടുപോകാനായിട്ടാണ് സാധ്യത. പാമ്പ്ളാനി ഒരു വെറും ഭീരുവിൻ്റെ ലക്ഷണമാണ് കാണിക്കുന്നത് എന്ന് വ്യക്തമാണ്. ആര് പറഞ്ഞു പാമ്പ്ളാനി വലിയ താഴത്തിൻ്റെ ചേട്ടനാണ് ഉരുക്കിൻ്റെ കാര്യത്തിൽ എന്ന് ആര് പറഞ്ഞു? അദ്ദേഹം വെറും ഒരു ഭീഷണിയും ഒരു ഓലപ്പാമ്പുമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അദ്ദേഹത്തിന് യാതൊരു തൻ്റെ ഇടവുമില്ല. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കെൽപ്പ് അദ്ദേഹത്തിനില്ല. സഹോദരരെ, നമ്മൾ വെറുതെ ഇവിടെ എറണാകുളത്ത് വന്ന് ഈ പ്രകടനം നടത്തുകയും പ്രതിഷേധം നടത്തുകയും ചെയ്ത് നമ്മുടെ സമയം കളയേണ്ട കാര്യമില്ല. എല്ലാവരുടെയും സമയം വിലപിടിച്ചതാണ്. വൈദികർക്കും മെത്രാന്മാർക്കും വേറെ പണിയൊന്നുമില്ല. നമ്മളത് മനസ്സിലാക്കണം. അവർക്കിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ലാലാലപാടി ഗുസ്തി പിടിച്ച് ജനങ്ങളുടെ അല്ലെങ്കിൽ വിശ്വാസികളുമായിട്ട് പോരാടി അവർക്ക് നടക്കാം. അവർക്ക് ഭാര്യയില്ല, കുഞ്ഞുങ്ങളുമില്ല, കൃഷിസ്ഥലമില്ല, പണിയെടുക്കണ്ട. അവർക്ക് അവരുടെ കുലത്തൊഴിലാണത്. അപ്പം നമുക്ക് വിശ്വാസികൾക്ക് ഇതൊന്നും സമയമില്ല. നമ്മളതുകൊണ്ട് ഈ സമാധാനത്തിൻ്റെ പാത അല്ലെന്നുണ്ടെങ്കിൽ ഈ സമവായത്തിൻ്റെ പാത അത് മാറി നമ്മളുടെ കാര്യം നോക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഞാൻ പറയുന്നത് അവർ പോകുന്ന വഴിക്ക് പോകട്ടെ. നമ്മൾ വ്യക്തമായിട്ടൊന്നും പൊളിച്ചു വയ്ക്കാനില്ല. വ്യക്തമായിട്ട് പറ, നിങ്ങളുടെ പ്രസ്ഥാനം നമുക്ക് വേണ്ട. നിങ്ങളുടെ പ്രസ്ഥാനോട് കൽതായ പ്രസ്ഥാനമായിട്ട് നിങ്ങളുടെ വഴിക്ക് പോവുക. എറണാകുളത്തുകാരെ ഇതും പറഞ്ഞ് ശല്യപ്പെടുത്തരുത് എന്ന് പറയാനായിട്ടുള്ള ചങ്കൂറ്റം നമ്മുടെ വൈദികർ കാണിക്കുക. ഞാൻ പലപ്പോഴും പറഞ്ഞ പോലെ നമ്മുടെ വൈദികർ ഒരു വൈദികർ ശ്രേഷ്ഠനെ തിരഞ്ഞെടുക്കുക. സഭയുടെ ചരിത്രത്തിൽ സീറോ മലബാർ സഭ, നമ്മുടെ കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ഞാൻ പറഞ്ഞല്ലോ 23 സ്വതന്ത്ര സഭകൾ ഉണ്ടായിട്ടുണ്ട് ഇന്ന് വരെ. ഇവരാരും കെട്ടിപ്പിടിച്ചു ഉമ്മ വെച്ചു അല്ല, ഇവരെല്ലാവരും തമ്മിലടിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടും കുത്തും നടത്തിയാണ് ഓരോ സഭകൾ ഉണ്ടാക്കിയത്. നമ്മൾ മനസ്സിലാക്കണം. ഇതിലും നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് സഭകൾ തല്ലിപ്പിരിഞ്ഞു പോയത്. പക്ഷേ ഒരു സംഗതി ഉണ്ടായിരുന്നു, അവർക്കെല്ലാം ഒരു നേതാവുണ്ടായിരുന്നു, തലപ്പത്ത് ഒരാളുണ്ടായിരുന്നു അവരെ ഗൈഡ് ചെയ്യാനായിട്ട്. സിംബോളിക് ഹെഡ് ഉണ്ടായിരുന്നു. അത് നമുക്കില്ല. ഒരു നേതൃത്വം നമുക്കില്ല. നമുക്ക് അൽമായ മുന്നേറ്റമുണ്ട്, നമ്മൾ അതിരൂപത സംരക്ഷണ സമിതിയുണ്ട്. പക്ഷേ നമുക്കൊരു ഒരു തലപ്പത്തൊരു വ്യക്തിയില്ല. മനസ്സിലായില്ലേ? അതാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് കത്തോലിക്ക സഭയുടെ നിയമം അനുസരിച്ചാകട്ടെ അല്ലാതെ ആകട്ടെ, നിങ്ങൾ വൈദികർ ഒരു മെത്രാൻ എന്ന രീതിയിൽ ഒരു ശ്രേഷ്ഠ പുരോഹിതനെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. മനസ്സിലായി? ആ ശ്രേഷ്ഠ പുരോഹിതൻ എന്നുള്ള രീതിയിൽ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഈ സഭയുടെ വിഭജനമോ എന്തോ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ തലയ്ക്ക് നമുക്കൊരു ബിഷപ്പുണ്ട് എന്ന് നമുക്ക് അറ്റ്ലീസ്റ്റ് കോടതിയിൽ തന്നെയെങ്കിലും ബാധിക്കാം. പിന്നെ ഈ ബിഷപ്പുമാർ ചങ്കൂറ്റം കാണിക്കണം. ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. കാരണം എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ മാർപ്പാപ്പ ആ
പൗരോഹിത്യത്തെ, ആ ബിഷപ്പിൻ്റെ പൗരോഹിത്യത്തെ മാർപ്പാപ്പ അംഗീകരിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. സഭയിലത് നടന്നിട്ടുണ്ട്. കത്തോലിക്ക സഭയിൽ എത്രയോ തവണ നടന്നിട്ടുണ്ട്. ബിഷപ്പുമാരെ പുറത്താക്കിയതിന് ശേഷം തിരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നിങ്ങൾ ഭയപ്പെടരുത്, ഭയം നിങ്ങളെ പിന്നോട്ട് വലിക്കരുത്. നിങ്ങൾ ചങ്കൂറ്റത്തോടു കൂടി മുമ്പോട്ട് പോവുക. ഈ അരക്ഷിതാവസ്ഥ, ഈ നമ്മുടെ സീറോ മലബാർ സഭാ തലവന്മാരുടെ ഭീകര ഭരണം നമ്മൾ എറണാകുളത്ത് അവസാനിപ്പിച്ചേ പറ്റൂ. നമുക്ക് സമാധാനമായിട്ട് ജീവിക്കണമെങ്കിൽ ഒരൊറ്റയ്ക്കൊരു മാർഗ്ഗമേ ഉള്ളൂ. കൽദായരെ അവരുടെ വഴിക്ക് വിടുക, തള്ളിച്ചവിട്ടി പുറത്താക്കുക. നമ്മൾ സീറോ മലബാർ സഭയിൽ സത്യ കത്തോലിക്കരായിട്ട് തുടരുക. താങ്ക് യു വെരി മച്ച്.